തൃപ്തരല്ല. എന്തായാലും ഞങ്ങൾ പ്രതീക്ഷിച്ച പരമാവധി ശിക്ഷ കിട്ടിയിട്ടില്ല. വധശിക്ഷ 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് വധശിക്ഷ കിട്ടും തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഇവർക്ക് ആ തരത്തിലുള്ള കുറ്റാണ് ചാർത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 6 വർഷം അവർ കഴിഞ്ഞല്ലോ. 6 വർഷം കഴിഞ്ഞു. ഇനി ഒരു 6 വർഷം കഴിഞ്ഞാൽ അവർ തിരിച്ച് നാട്ടിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ ശിക്ഷ കുറഞ്ഞു പോയി എന്നാണ് പറയേണ്ടത്. ഇനിയിപ്പോൾ ഒരു 6 വർഷം കഴിഞ്ഞ് നാട്ടിൽ വന്നാൽ വീണ്ടും അവരിത് ആവർത്തിക്കും. അത് നമ്മുടെ പ്രസ്ഥാനത്തോടും പ്രോസിക്യൂട്ടറൊക്കെ ആലോചിച്ച് തീരുമാനമെടുക്കും. എന്തായാലും ഇതിൽ തൃപ്തരല്ല. ജീവപര്യന്തം ഇരട്ട ജീവപര്യന്തമായിരുന്നെങ്കിൽ പിന്നെ ഇരട്ട ജീവപര്യന്തം ഞങ്ങൾ വധശിക്ഷയാണ് പ്രതീക്ഷിച്ചത്. അതിന് അത്ര തക്കതായ 10 പേർക്ക് ഇരട്ട ജീവപര്യന്തം 5 വർഷം MLA ഉൾപ്പെടെയുള്ള. ഞങ്ങൾ തൃപ്തരല്ല. കാരണം ഞങ്ങളുടെ ഏട്ടന്മാർ നഷ്ടപ്പെട്ടു. അപ്പോൾ 8 വരെ ഉള്ള പ്രതികൾക്കെങ്കിലും വധശിക്ഷ ഞങ്ങൾ പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷേ ഇരട്ട ജീവപര്യന്തം ഞങ്ങളുടെ നഷ്ടം അവിടെ നഷ്ടം മാത്രമായിരിക്കുകയാണ് ഇപ്പോഴും. സങ്കടകരമായ കാഴ്ചകൾ വരുന്നുണ്ട്. അവിടെ ശരത്ലാലിൻ്റെ ബന്ധുക്കളൊക്കെ പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങളാണ് അവിടെ കാണുന്നത്. നേരത്തെ സംസാരിച്ചത് അമൃതയാണ്, ശരത്ലാലിൻ്റെ സഹോദരിയാണ്. അവർ പ്രതീക്ഷിച്ച 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് പ്രതീക്ഷിച്ചത് വധശിക്ഷയാണ്. ഇരട്ട ജീവപര്യന്തം, നേരത്തെ ജീവപര്യന്തം എന്ന വാർത്തയിലുള്ള കൺഫ്യൂഷനാണത്. ഇരട്ട ജീവപര്യന്തം ആണ്, പക്ഷേ അവർ പ്രതീക്ഷിച്ച വധശിക്ഷയാണ് എന്നെല്ലാവരും പറയുന്നുണ്ട്. ശരത്ലാലിൻ്റെ ബന്ധുക്കളാണ് അവിടെ കല്ലറയ്ക്ക് മുന്നിൽ വീണ് പൊട്ടിക്കരയുന്ന കാഴ്ച നമ്മൾ കാണുന്നത്.